ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പം പോകുന്നത് ഗുരുവായൂർ ടെമ്പിളിലോട്ടാണ്. ഇത് എൻ്റെ സിസ്റ്റർ കുഞ്ഞു, പിന്നെ ഇത് എൻ്റെ ചേച്ചിയുടെ മൂത്ത മോൻ ആദി. അവൻ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്, കോമഡിയാണ്. പിന്നെ അടുത്ത ആളാണ് അഥർവ്, ഉണ്ണിക്കുട്ടൻ എന്നാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ വിളിക്കുക. പിന്നെ മൂന്നാമത്തെ ആൾ അദ്വിക്. അങ്ങനെ നമ്മുടെ പാലക്കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ തൃശ്ശൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നേരത്തെ ഗുരുവായൂർ പോകാനൊരു പ്ലാൻ ഇട്ടെങ്കിലും അത് നടന്നില്ല. ഗുരുവായൂരല്ലേ പോകുന്നത്, ഒന്ന് ഒരുങ്ങിയേക്കാം എന്ന് പറഞ്ഞ് ഒരുങ്ങാൻ തുടങ്ങി. കുറേ സമയം പോയി. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. ദേ കാണുന്നതാണ് കുതിരാൻ ടണൽ. മുമ്പ് പാലക്കാട്ടിൽ നിന്നും കുതിരാൻ വഴി തൃശ്ശൂരിലോട്ട് പോവുക എന്ന് പറയുന്നത് ഭയങ്കര ട്രാഫിക്കുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ടണലോട് കൂടി അതിനൊരു തീരുമാനമായി. അങ്ങനെ നമ്മൾ വൈകാതെ തന്നെ ഗുരുവായൂരെത്തി. അവിടെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുട്ടികൾക്ക് മുണ്ടൊക്കെ കൊടുത്ത് നമ്മൾ നേരെ ഗുരുവായൂരിലോട്ട് പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു മനോഹരമായിട്ടൊരു കാഴ്ച കണ്ടു. കുറേ പ്രാവുകൾ ഒരുമിച്ച് ചേർന്ന് അരിമണികൾ കൊത്തി കഴിക്കുന്നതായിരുന്നു. അത് കൂട്ടത്തോടെ കഴിക്കുന്നത് കാണാൻ വളരെ മനോഹരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. ഗുരുവായൂരപ്പനോടുള്ള ഭയങ്കര ഒരു ഭക്തി കൊണ്ടാവാം എന്തോ എനിക്ക് ഉള്ളിലോട്ട് കയറി പോകുമ്പോൾ ഭയങ്കര ഒരു ഫീലായിരുന്നു ഗൈസ്. ഗുരുവായൂരെത്തിയാൽ പിന്നെ അറിയാലോ, എല്ലാവരെയും പോലെ തന്നെ ഞങ്ങൾക്കും ഒത്തിരി വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ പോയി വഴിപാട് കാര്യങ്ങളെല്ലാം ചെയ്തു നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതി. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഒരു ഷോപ്പിലോട്ടാണ്. കുട്ടികൾക്ക് വേണ്ട ടോയ്സ് എല്ലാം വാങ്ങി നമ്മൾ ഗുരുവായൂരിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും സമയം ഒത്തിരി വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ തൃശ്ശൂരുള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോയി. റെസ്റ്റോറൻറ്റ് പേര് ഓർമ്മയില്ലെങ്കിലും അവിടുത്തെ ഫുഡ് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തത് വെജ് ബിരിയാണിയും അതുപോലെ തന്നെ നാണും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.